ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെട്രോൾ വില ഇത്രയധികം വർദ്ധിച്ചൊരു സാഹചര്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, CNG വാഹനങ്ങൾ, ഹൈബ്രിഡ് വാഹനങ്ങൾ ഇവയിലൊക്കെയാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെയിനായിട്ടും ചാർജിങ് ടൈം, ചില വാഹനങ്ങൾക്കുണ്ടാകുന്ന അധിക കംപ്ലൈൻറ്റ്സ് ഇവയൊക്കെ തന്നെ വലിയൊരു പ്രശ്നമായി മാറാറുണ്ട്. എന്ന് വെച്ച് പാടെ തള്ളിക്കളയേണ്ട ഒരു ഭാവി ഇന്ധനമല്ല ഇലക്ട്രിക് എന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് EV യുഗം ഭാവിയിൽ ഒരു തരംഗമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇതാ ലോകത്തിൽ തന്നെ ആദ്യത്തെ CNG ബൈക്കുമായി ബജാജ് എത്തിയിരിക്കുകയാണ്. CNG 3 വീലർ രംഗത്ത് ബജാജ് ഓട്ടോ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന CNG ഓട്ടോറിക്ഷകൾ മുഴുവനായിട്ടും ബജാജിൻ്റെതാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലാണ് ബജാജ് CNG ബൈക്കിനെ ഇറക്കുന്നത് എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ CNG ബൈക്കിനെ വേറൊരു ബ്രാൻഡിൻ്റെ കീഴിലായിരിക്കും ബജാജ് വിപണനം ചെയ്യുക. ഏതൊരു CNG വാഹനത്തിൻ്റെ പോലെയും ഈ ഒരു ബൈക്കിലും പെട്രോളും CNG നിറയ്ക്കുവാനുള്ള CNG സിലിണ്ടറുകളും പെട്രോൾ ടാങ്കും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ബൈക്കുകളെ അപേക്ഷിച്ച് വിലയിൽ അല്പം കൂടുതൽ CNG വാഹനങ്ങൾക്കാണ്. എന്നാൽ CNGയുടെ വിലയും വാഹനത്തിന് ലഭിക്കുന്ന മൈലേജും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിലയെന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും ഈ ഒരു CNG ബൈക്കിൻ്റെ വില മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കമ്പനി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പെട്രോൾ, ഡീസൽ അല്ലാതെയുള്ള ഇന്ധനങ്ങളെ എന്നാൽ പോലും നിലവിൽ CNG വാഹനങ്ങളുടെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് CNG പമ്പുകളുടെ ഒരു ലഭ്യത കുറവ് തന്നെയാണ്. വളരെ കുറച്ച് മാത്രം CNG പമ്പുകളാണ് രാജ്യത്തിലുടനീളം ഉള്ളത്. കൂടുതൽ CNG ഫില്ലിംഗ് സ്റ്റേഷനുകളും കൂടി വന്നു കഴിഞ്ഞാൽ CNG വലിയൊരു വിപ്ലവമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണപ്പെടും.